ഹലോ, എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ച് കാലമായി നമ്മൾ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇന്ന് ഏതായാലും നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്കൂൾ ഡേ മൈ ലൈഫാണ്. ഇപ്പോൾ 10th ആയതുകൊണ്ട് തന്നെ ട്യൂഷനും മദ്രസും ഒക്കെ ആയിട്ട് മൊത്തം തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് കേട്ടോ എൻ്റെത്. ഇന്ന് ഞാൻ എണീച്ചത് 5 മണിക്കാണ്. ഞാൻ 4:30 എണീക്കാറുണ്ട്, 5:30 എണീക്കാറുണ്ട്, ഒക്കെ എണീക്കാറുണ്ട്. നമുക്ക് മദ്രസിൻ്റെ ടൈം 6:15 to 7:15 ഇപ്പോൾ അത് 6 മണി to 7 മണിയാക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ട്യൂഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ നമ്മൾ നേരെ എണീച്ച് ബ്രഷൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ഞാൻ ചിലപ്പോൾ രാത്രി അയൺ ചെയ്ത് വെക്കാറുണ്ട്. ഇന്ന് ഏതായാലും ഞാൻ രാവിലെയാണ് അയൺ ചെയ്യുന്നത്. എനിക്ക് കറക്റ്റായിട്ടൊരു റൊട്ടീനും കാര്യങ്ങളൊന്നും ആയി വന്നിട്ടില്ല. ഇനി ഇൻഷാ അല്ലാ ഒക്കെ ഒന്ന് റെഡിയാക്കി വരണം. എണീക്കുന്ന ടൈമും ഒന്നും ഒരു റെഡി ആയിട്ടില്ല. ഏതായാലും നമ്മൾ ഇൻഷാ അല്ലാ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ മദ്രസൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അതായത് ഒരു കാർമേഘ ക്ലൈമറ്റ്. പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയപ്പോൾ ഉമ്മ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല പത്തിരിയും എഗ് കറിയും ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഫില്ലാക്കി ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് സ്കൂളും ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ ഫാനിന് കാറ്റൊക്കെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാനും ഉണ്ടാവും. ഇന്ന് ഞാൻ കഴിച്ചിരുന്നത് നെയ്യപ്പാണ്. അങ്ങനെ ഞാൻ ഫ്രഷായി വന്നപ്പം നമ്മളെ പള്ളിയിലേക്ക് വേണ്ടിയിട്ട് ഉമ്മയും നല്ല അടിപൊളി പായസമൊക്കെ വെക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് നോക്കി. പിന്നെ അങ്ങനെ 2-3 ക്ലാസ് ഞാൻ എടുത്ത് ടേസ്റ്റ് നോക്കിട്ടോ. പിന്നെ നമ്മൾ യൂണിഫോമും അല്ലാത്ത കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. മടിയുള്ള ചില ദിവസങ്ങളിൽ ഞാൻ യൂണിഫോം പിന്നെ വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്യുക. അല്ലാത്തപ്പോൾ ഞാൻ കല്ലുമ്മ തന്നെ വാഷ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു മഗ്‌രിബ് ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മുടെ അലിമോന് ABCD ഒക്കെ എഴുതി കൊടുക്കുകയാണ്. കാരണം അവൻ ഈ വർഷം LKGയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ പോകുന്നൊക്കെ ഉണ്ട്. ഇതുവരെ മടിയൊന്നും കാണിച്ചിട്ടില്ല. ഇനി മടിയൊന്നും കാണിക്കാതിരിക്കട്ടെ. ഒരു ABCDയും കാര്യങ്ങളൊക്കെ മിസ് ഗ്രൂപ്പിൽ അയക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവന് പുതിയ യൂണിഫോം കിട്ടിയിട്ടുണ്ട്. അതെന്നെ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയാണ് കേട്ടോ. 2 ജോഡിയുണ്ട്. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ്. എനിക്ക് ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ കുറച്ച് മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ ഒക്കെ ആയിട്ട്. തിരക്കിൽ ഓടുമ്പം നമുക്ക് കുടയൊന്നും എടുക്കാനുള്ള കാര്യം ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ തൊണ്ടക്ക് വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓനെ പഠിപ്പിച്ച് ഒരു ഭാഗത്താക്കിയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളൊരു ചോക്ലേറ്റും എടുത്ത് കഴിച്ചിട്ടോ. ഇത് ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ എനിക്ക് ഇതേപോലെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. സൗദി പോയി വന്നതിന് ശേഷം പിന്നെ അത് സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാ റീസ്റ്റാർട്ട് ആക്കണമെന്നുണ്ട്. അങ്ങനെ ജിലു പറഞ്ഞപ്പോൾ ജിലുവിനൊരു ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു, നൈറ്റ് സ്കിൻ കെയർ. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയും ലിപ് ബാമും മാത്രമാണ്. നമ്മുടെ ഡേ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ.